നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ ചരിത്രത്തിന്റെ സൂര്യോദയമാണ്. പ്രതിസന്ധികളിൽ തളരാതെ പരിഹാസങ്ങളെ പോരാട്ടവീര്യമാക്കി മാറ്റിയ ഒരു ജനനായകൻ കേരളത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന സുദിനം. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി ഡി സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു ചാണക്യന്റെ ഉദയം കൂടിയാണ്. കൃത്യം 14 മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം കുറിച്ച ആ പ്ലാൻ 63 ഇന്ന് വെറുമൊരു പ്രവചനമല്ല, കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കണക്കുകൂട്ടലായി അത് മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചപ്പോൾ 102 എന്ന വമ്പിച്ച ഭൂരിപക്ഷത്തിൽ UDF ഭരണമുറപ്പിക്കുന്നത് സതീശൻ എന്ന നേതാവിന്റെ നിശ്ചയദാർഢ്യത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമാണ്. അനുഭവ സമ്പത്തിന്റെ കരുത്തുമായി രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും PK കുഞ്ഞാലിക്കുട്ടിയും ഒരു വശത്ത് ഇങ്ങനെ അണിനിരക്കുമ്പോൾ മന്ത്രിസഭയിൽ യുവത്വത്തിന്റെ ചോരത്തിളപ്പും സ്ത്രീ ശക്തിയുടെ കരുത്തുമായി OJ ജനീഷും റോജിയും ജോണും ബിന്ദു കൃഷ്ണയും അടക്കമുള്ളവരും എത്തുകയാണ്. അനുഭവത്തിന്റെയും പക്വതയുടെയും പുതുതലമുറയുടെയും വേഗതയും ഒത്തുചേരുന്ന ഈ സതീശൻ സ്റ്റൈൽ ഭരണം കേരളത്തെ പുതിയൊരു വികസന യുഗത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന വി ഡി സതീശനും മന്ത്രിസഭാംഗങ്ങൾക്കും പുതിയ സർക്കാരിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാനം. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 14 പുതുമുഖങ്ങളടക്കം 20 UDF മന്ത്രിമാർ ഇന്ന് അധികാരത്തിലേക്ക്. സത്യപ്രതിജ്ഞ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ചടങ്ങിനെത്തും. സത്യപ്രതിജ്ഞ ആഘോഷമാക്കാനൊരുങ്ങി UDF. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 1.5 ലക്ഷത്തിലേറെ പേരെ ഉൾക്കൊള്ളിക്കാവുന്ന കൂറ്റൻ പന്തൽ. സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം 9 മണിവരെ. സത്യപ്രതിജ്ഞ കാണാൻ വിവിധയിടങ്ങളിൽ ബിഗ് സ്ക്രീനുകൾ. വേദിയിൽ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം മതിയെന്ന് ലോക് ഭവൻ. തലസ്ഥാനത്ത് കനത്ത സുരക്ഷ. ആദ്യ ക്യാബിനറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടം. സംസ്ഥാനത്ത് കൊച്ചി മാതൃകയിൽ ഇന്ദിരാ ക്യാൻറ്റീൻ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിലും പ്രഖ്യാപനത്തിന് സാധ്യത. വൈദ്യുതി വകുപ്പിലിടഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിച്ചു. മുരളീധരന് ആരോഗ്യവും ദേവസ്വവും. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ ഇറാന് മുന്നറിയിപ്പ് നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എത്രയും വേഗം തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ. തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറാൻ ആകില്ല എന്ന് ഇറാൻ. IPL പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി ഡൽഹി ക്യാപിറ്റൽസ്. രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തകർത്തു. ഇന്ന് ചെന്നൈ ഹൈദരാബാദ് പോരാട്ടം. ISL സീസണിലെ അവസാന മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. എതിരാളികൾ FC ഗോവ. 10 വർഷത്തിന്റെ അധികാര വരൾച്ചയ്ക്ക് ശേഷം UDF അധികാരത്തിലെത്തുകയാണ്. പുതിയൊരു ടീമായി എന്തായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിൻ്റെ ആഘോഷം സംസ്ഥാനമെമ്പാടുമുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരി ആഘോഷ മികവിലാണ്, തികവിലാണ്. ടീം VDS മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ എന്തായാലും പൂർണ്ണമായി കഴിഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി ഒരുക്കങ്ങൾ ഇന്നലെ രാത്രി തന്നെ എത്തി വിലയിരുത്തി. സുരക്ഷയുടെ ഭാഗമായി ഇന്ന് തലസ്ഥാനത്ത് രാവിലെ മുതൽക്ക് തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോക് ഭവന്റെ നിർദ്ദേശമാണ്. വേദിയിലും പ്രത്യേക ക്രമീകരണങ്ങളായിരിക്കും ഇന്നുണ്ടാവുക. പ്രധാനമായും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ചീഫ് സെക്രട്ടറിയും മാത്രമായിരിക്കും വേദിയിൽ ഉണ്ടാകുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി എബിയും അതോടൊപ്പം തന്നെ അൻഫിലിറ്റും അശ്വതിയും പറവൂരിൽ നിന്നും അശ്വതിയും ഒക്കെ നമ്മോട് ചേരുന്നുണ്ട്. ആദ്യം എബിയിലേക്ക് പോവുകയാണ്. എബി, ഗുഡ് മോർണിംഗ്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ 10 വർഷത്തെ അധികാര വരൾച്ച അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗംഭീര തിരിച്ചുവരവ്. 102 എന്ന വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരുന്നു. ഏറ്റവും ഒടുവിലിതാ ഇന്നിതാ UDFും കോൺഗ്രസും ഒക്കെ കാത്തിരുന്ന ആ സുദിനം. സത്യപ്രതിജ്ഞ ചടങ്ങിന് കേവലം മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. തലസ്ഥാനത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനമെമ്പാട് വലിയ ആവേശത്തിലാണ്. എന്താണ് അവിടെ നിന്നുള്ള ഒരുക്കങ്ങൾ? ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് അവസാന മണിക്കൂറുകളിൽ?
ലിജിനെ, ഗുഡ് മോർണിംഗ്. ഒരു ചരിത്ര ദിവസം, ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം എന്നുള്ള നിലയ്ക്ക് തന്നെ UDF അടയാളപ്പെടുത്തുന്ന ആ ദിവസമാണെന്ന്. കൃത്യം 10 വർഷത്തിന് ശേഷം വീണ്ടും UDF സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ അതിനെ ഏറ്റവും പ്രൗഢഗംഭീരമാക്കുന്നതിനുള്ള നടപടികളാണ് തുടങ്ങിയിരുന്നത്. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദി, അവിടെ അതിന് തൊട്ട് മുമ്പിലാണ് നമ്മളുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ആ ചരിത്രത്തിലേക്കുള്ള ഒരു കാൽവെപ്പ്, പുതിയ കാൽവെപ്പ് തന്നെ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ആ ചരിത്ര നിയോഗത്തിലേക്കാണ് VD സതീശൻ്റെ ടീം എത്തുക എന്നുള്ളതാണ്. ഈ സ്റ്റേഡിയത്തിലേക്ക് ആളുകളെയൊക്കെ പ്രവേശിപ്പിക്കുന്ന ഒരു നടപടികളിലേക്കൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. രാവിലെ തന്നെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള വലിയ ഫ്ലെക്സ് ബോർഡുകൾക്ക്, ഫ്ലെക്സ് ബോർഡുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പ്രവർത്തകരൊക്കെ തന്നെയും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ ഒരു വലിയ ആവേശം തന്നെ നമുക്ക് കാണാൻ കഴിയും. ലിജിൻ പറഞ്ഞതുപോലെ തന്നെ 10 വർഷത്തെ അധികാരത്തിൻ്റെ ആ ഒരു വരൾച്ച, അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവരെല്ലാവരും ഈ നിലയിലേക്ക് അല്ലെങ്കിൽ ഈ ആഘോഷത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. വലിയ സന്തോഷം പ്രവർത്തകരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, വലിയ ആവേശം കാണാൻ കഴിയും. ഇത് വർഷങ്ങളായി തങ്ങൾ കാത്തിരുന്ന ആ ദിവസം അത് വന്നെത്തിയതിൻ്റെ ആഘോഷം തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ അവരാണ് ഇവിടേക്ക് ഇരച്ചെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പാസ് മൂലം തന്നെയാണ് ഇവിടെ പ്രവർത്തകരെയൊക്കെ തന്നെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിന് ക്രമീകരണങ്ങളൊക്കെ കൃത്യമായി തന്നെ നടത്തുന്നു. ആളുകൾ ഓരോ ഗേറ്റ് വഴിയും അകത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ആവേശം നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും ആ നിലയ്ക്ക് തന്നെ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ നഗരം പൂർണ്ണമായും കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിൽ തന്നെയായിരുന്നു പ്രവർത്തകർ. അവരുടെ ആവേശമെന്ന് പറയുന്നത് 10 വർഷത്തെ അധികാര വരൾച്ച, അതിനുശേഷം തങ്ങൾ അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ UDF പ്രവർത്തകരുടെ വലിയ ആവേശം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഇതൊരു പുതിയ തുടക്കമാണ്. കൃത്യം ഇന്നേ ദിവസം, അതായത് കൃത്യം 10 വർഷം മുമ്പ് തന്നെയാണ് ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു UDF സർക്കാർ അധികാരത്തിലേക്ക് കൃത്യം 10 വർഷം മുമ്പാണ് വന്നത്. അന്നത്തെ രാജ്ഭവനിൽ വെച്ചായിരുന്നു ആ ചടങ്ങുകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ഇന്നിപ്പോൾ ഈ 10 വർഷത്തെ അധികാരം ഇല്ലാതിരുന്നൊരു സമയം, അതിലൊരു അധികാരം വീണ്ടെടുക്കുന്ന സമയത്ത് ആ സംഭവം ഏറ്റവും പ്രൗഢഗംഭീരമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് UDFൻ്റെ ഭാഗത്ത് നിന്ന്, പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെയും ഉണ്ടായത്. അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ വേദിയിലേക്ക് വരുന്ന പ്രവർത്തകർ, അവരുടെ ആവേശം ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ. അവരുടെ സന്തോഷം, ആവേശം എല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, മുഴുവൻ ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും ഇവിടേക്ക് ഇരച്ചു കയറുന്ന കാഴ്ച. അത് ഇനി ഈ ഇരിപ്പിടങ്ങൾക്ക് പോലും പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ ക്യാമ്പാണ്. ഈ ഒരു പ്രത്യേക നിമിഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയിലാണ്. ടീം UDF ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി ഇനി കേരളം കണി കാണില്ല. Yes, it will be super. എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. We are excitement for the new chief minister. 10 വർഷത്തെ കാത്തിരിപ്പാണ്. തന്നെയാണ് 10 വർഷത്തെ കാത്തിരിപ്പ് തന്നെയാണ്. അത് തന്നെയാണ് ഈ ആവേശത്തിനെല്ലാം തന്നെ കാരണം. കാസർഗോഡ് നിന്ന് വരുന്നതാണ്. VD സതീശൻ മുഖ്യമന്ത്രി ആവുക എന്നതും UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചു വരുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയടിച്ചപ്പോൾ അതിൻ്റെ ഒരു വികാരം ഇവിടെ കാണും, ഇത് പ്രതിഫലിക്കും. ആയിരക്കണക്കിന് ആൾക്കാർ ഇനിയും പുറത്തു വരുന്നുണ്ട്. നമ്മുടെ ഒരു പ്രതീക്ഷയാണ് 10 വർഷത്തെ ഭരണ ഒരിടപ്പിൽ VD സതീശൻ എന്നൊരു പ്രതീക്ഷ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. VD സതീശൻ്റെ ആ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ VD സതീശനിലൂടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച, അത് തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ആ ഒരു ആവേശം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ ഇരിപ്പിടങ്ങൾക്ക് പോലും പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മുൻപിൽ നമ്മൾ കണ്ടതാണ് ആ സോഫ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. MP-മാർ, MLA-മാർ തുടങ്ങിയവർക്ക് പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടം, ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള VVIP-കളൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും അതിൽ അവർക്കുള്ള ഇരിപ്പിടങ്ങൾ പ്രത്യേകമായി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ പ്രധാനപ്പെട്ട ഏതൊക്കെ നേതാക്കളാണ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ എത്തുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഒക്കെ എത്തുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം എത്തുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. മറ്റേതൊക്കെ പ്രധാനപ്പെട്ട
ഈ വ്യക്തിത്വങ്ങളാണ് എത്തുന്നത്? മറ്റൊന്ന് തലസ്ഥാന നഗരിയിലുള്ള ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ലിജിനെ പ്രധാനപ്പെട്ട നേതാക്കൾ മല്ലികാർജുൻ ഖാർഗെ, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയിട്ടുള്ള മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട്. ഒപ്പം തന്നെ രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രിയും, ഒപ്പം തന്നെ DK ശിവകുമാറും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഏറ്റവും മുൻപിലായി നൽകിയിരിക്കുന്നത്. ഒപ്പം സിനിമാ താരങ്ങൾ, സൂപ്പർ താരങ്ങളൊക്കെ തന്നെയും ഇതിൽ പങ്കാളികളാകും. ഈ ഒരു വലിയ ചടങ്ങിന് സാക്ഷിയാകാൻ അവരെത്തും എന്നുള്ളതാണ്. ഒപ്പം ജോസഫ് വിജയ് പങ്കെടുക്കുമെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരും എന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടായിരുന്നെങ്കിലും അതിൽ അവസാന സമയത്ത് അതിൽ മാറ്റം വന്നിരിക്കുകയാണ്. അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു 10 മടങ്ങ് ആളുകൾ കൂടി ഒരുപക്ഷെ ഇങ്ങോട്ട് വരികയും അത് സുരക്ഷാ സംവിധാനത്തെ പോലും കൂടെ ഒരു പരിധിവരെ ഒരുപക്ഷെ താളം തെറ്റിച്ചേക്കുകയും ചെയ്യുമായിരിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ പോലും നമുക്ക് ഈ ഘട്ടത്തിൽ നടത്താൻ കഴിയും. കാരണം അത്രമാത്രം വലിയൊരു തിരക്ക് ഈ ഘട്ടത്തിൽ പോലും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും വിജയ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായും അവരൊക്കെയും അങ്ങനെ എത്തുന്ന ഒരു നില കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക് ഏതായാലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നമുക്ക് അതിലൊരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പോലീസുകാർ ഉൾപ്പെടെ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിൽ കെണിഞ്ഞു പോയേനെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആ നിലയ്ക്കുള്ള ഒരു വലിയ തിക്കും തിരക്കും ഒക്കെ തന്നെ ഉണ്ടാവും. ഒപ്പം നഗരത്തിൽ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഗതാഗതം കൃത്യമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെയും ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 6 മണി മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വരുന്ന ഘട്ടത്തിൽ റോഡുകളിലെ ഇരുവശങ്ങളിലും കൃത്യമായ രീതിയിൽ പോലീസ് സംവിധാനങ്ങളൊക്കെ തന്നെയും അവർ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഭാഗമായി അണിനിരന്നിരുന്നു. പല വാഹനങ്ങളും വഴിതിരിച്ചു വിടുന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പരിസരത്തേക്ക് പോലും ഈ പാസുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് ഉള്ള ക്രമീകരണങ്ങൾ പോലും തീർച്ചയായിട്ടും മേ ബി അതാണ് എന്തായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം രാത്രി മുതൽക്ക് തന്നെ ആളുകൾ ബസ് സ്റ്റാൻഡിലൊക്കെ കിടന്ന് ഇന്നത്തെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു എന്നുള്ളത് പ്രതികരണങ്ങളൊക്കെ തന്നെ അവർ നൽകുന്നുമുണ്ട്. ഇനി അൻഫിലിറ്റ് കൂടി ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, എന്തായാലും മുഖ്യമന്ത്രിയായി, മന്ത്രിമാരായി ഇന്നതാ സത്യപ്രതിജ്ഞയ്ക്ക് കേവലം മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു. എല്ലാവരും ഉറ്റുനോക്കുന്നത് ആദ്യ ക്യാബിനറ്റിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നത് എന്നുള്ളത്. VD സതീശൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ എല്ലാവരും ശ്രദ്ധയാകർഷിച്ചത് ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഏതിനൊക്കെയാണ് സാധ്യത, എന്താണ് ആ രീതിയിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ലിജിൻ, അത് തന്നെയാണ്. ഈ ആദ്യ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ ആ സർക്കാരിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റ്, അതാണ് ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം സ്വാഭാവികമായും ഒരു സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ, പദ്ധതികൾ, ഇതൊക്കെ തന്നെയും ആ സർക്കാരിൻ്റെ അടുത്ത 5 വർഷത്തേക്കുള്ള അതിൻ്റെ ഒരു ചുവടുവയ്പ്, കാൽവയ്പ് തന്നെയായിരിക്കും. സ്വാഭാവികമായും 10 വർഷങ്ങൾക്ക് ശേഷമാണ് UDF അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനം 10 വർഷം അവർ പ്രതിപക്ഷത്തിരുന്ന് ഇടത് സർക്കാരിനെതിരെ എന്തൊക്കെ വിഷയങ്ങളിലാണ് ഒരു പോരാട്ടം നടത്തിയത്, ഏതൊക്കെ വിഷയങ്ങളിലാണോ ആക്രമണം നടത്തിയത്, വിമർശിച്ചത്, കടന്നാക്രമിച്ചത്, ആ വിഷയങ്ങളിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രിക തന്നെയായിരുന്നു അവർ പുറത്തിറക്കിയത്. അധികാരം കിട്ടി ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ കയ്യിൽ കൊടുത്ത അധികാരം, മാൻഡേറ്റാണ്. അതുകൊണ്ട് തന്നെ അധികാരത്തിലെത്തുമ്പോൾ അവർ ആ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഏതാണ് ഏറ്റവും ആകർഷകമായി നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് തന്നെയാണ്. കാരണം അത് ഈ വൻ ഭൂരിപക്ഷത്തിലുള്ള ഒരു വമ്പൻ വിസ്മയ ഭൂരിപക്ഷത്തിലേക്കൊക്കെ UDFന് അധികാരത്തിലെത്തുന്നതിന് നിർണായകമായതുപോലും, പല വിഷയങ്ങൾ നിർണായകമായി. അതിലൊരു വിഷയം പോലും ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ ഈ KSRTCയിലെ സൗജന്യ യാത്ര. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഊന്നൽ നൽകുന്ന ചില പ്രഖ്യാപനങ്ങൾ ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള ഏതെങ്കിലും രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ആദ്യം ചേരുന്ന മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. കാരണം ആദ്യം ചേരുന്ന മന്ത്രിസഭയിലെ പ്രഖ്യാപനങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ പ്രാധാന്യമുള്ള ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആശാവർക്കർമാർ, ഈ മാസങ്ങളോളം ആശാവർക്കർമാരുടെ സെക്രട്ടറിയിൽ നടന്ന സമരവും ഒക്കെ കണ്ടത്. ആ സമരത്തിന് UDF, അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDFന്റെ നിരന്തര പിന്തുണ, എല്ലാ ദിവസവും നേതാക്കന്മാർ സമരവേദിയിൽ അവർക്ക് പിന്തുണ നൽകിയിരുന്നു. അത് സ്വാഭാവികമായും ഈ സത്യപ്രതിജ്ഞയ്ക്ക് 2 ദിവസം മുമ്പ് കന്റോൺമെന്റ് ഹൗസിലെത്തി അഭിവാദ്യം അർപ്പിക്കാൻ, ആശംസ പറയാൻ ഈ സമരസമിതി നേതാക്കന്മാർ എത്തിയതും അവർ നിയുക്ത മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ തന്നെ മുഖ്യമന്ത്രി അവർക്ക് വാഗ്ദാനം നൽകുന്നതും ഉറപ്പ് പാലിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യ ക്യാബിനറ്റിൽ
ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവർ 21,000 രൂപയാണ് പ്രതിമാസം അവർ ഓണറേറിയം ആവശ്യപ്പെടുന്നത്. അത്ര കൊണ്ട് തന്നെയൊക്കെ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും നിലവിൽ കൊടുക്കുന്ന ഓണറേറിയത്തിൽ ഒരു വർധനവ് വരുത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. ഇതൊക്കെ UDF സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ അഭിമാന പ്രശ്നങ്ങൾ ഒന്നാണ് ഈ ആശാ സമരവും ഒക്കെ തന്നെ. അതോടൊപ്പം തന്നെ VD സതീശൻ സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ കൂടിയാണ്. അദ്ദേഹം തന്നെ നേരിട്ട് നയിച്ച നിരവധി സമര മാർഗങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ 5 വർഷവും സംസ്ഥാന രാഷ്ട്രീയം കടന്നുപോയി. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നടന്ന വിവിധ സമര മാർഗങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നേരിട്ട് ഇടപെടൽ നടത്തിയ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഊന്നൽ നൽകുന്ന, ഇതിനൊക്കെ ശ്രദ്ധ നൽകുന്ന പദ്ധതികൾ ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മാത്രവുമല്ല, സർക്കാരിനെ സംബന്ധിച്ച് മന്ത്രി സത്യപ്രതിജ്ഞ കഴിയുന്നു, അധികാരമേൽക്കുന്നു. അതിനുശേഷം VD സതീശൻ സർക്കാരിനെ കാത്തിരിക്കുന്നത് നിരവധി വിഷയങ്ങളാണ്. അതായത് ഈ ഭരണം എങ്ങനെ മുന്നോട്ട് പോകുന്നത് അടക്കമുള്ള വിഷയങ്ങൾ. നമുക്കറിയാം, വളരെ കരുതലോടും അല്ലെങ്കിൽ വളരെ നീക്കത്തോടും കൂടി തന്നെയാണ് ഈ വകുപ്പുകളുടെ വിഭജനം പോലും നടത്തിയിരിക്കുന്നത്. അതിൽ ഗതാഗത വകുപ്പ് കൊടുത്തിരിക്കുന്നത് CP ജോണിനാണ്. എന്തുകൊണ്ട് ഘടകകക്ഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുക്കുന്നു എന്ന ചോദ്യത്തിന് പോലും ഒരു കൃത്യമായൊരു ഉത്തരമുണ്ട്. കാരണം ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ എങ്ങനെ സർക്കാരിന് അത് നടപ്പാക്കാനാകുമെന്ന ചോദ്യം പല തവണ തന്നെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അത്രയേറെ സാമ്പത്തികമായി പരിതാപകരമായ സ്ഥിതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ അത് ആ പദ്ധതി വളരെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ വളരെ കൃത്യമായി നടപ്പാക്കണമെങ്കിൽ, വളരെ കണിശതയോടെ നടപ്പാക്കണമെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ ഒരു അനിവാര്യത അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധൻ്റെ ഒരു പിന്തുണ വേണം. അതുകൊണ്ട് തന്നെയാണ് CP ജോൺ എന്ന സാമ്പത്തിക ആസൂത്രകന് കൃത്യമായി ഗതാഗത വകുപ്പ് നിലവിലെ സാഹചര്യത്തിൽ ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്നത്. കാരണം ഈ പാക്കേജുകൾ UDFിന് ആകർഷകമായ പലവിധ പാക്കേജുകൾ തകർന്നു കിടക്കുന്ന KSRTC കൈപിടിച്ചുയർത്തുക തുടങ്ങിയ നിരവധി ദീർഘവീക്ഷണത്തോടു കൂടിയാണ് CP ജോൺ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് എന്തുകൊണ്ട് K മുരളീധരൻ ആരോഗ്യവകുപ്പും ദേവസ്വവും ഒക്കെ നൽകി. K മുരളീധരൻ ആദ്യം നമുക്കറിയാം വൈദ്യുതി വകുപ്പ് നൽകുന്നു, അവസാനം രാത്രി ഏറെ അയഞ്ഞാണ്, അതായത് ഏറെ കഷ്ടപ്പെട്ട് അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസഭയിൽ പോലും ഉണ്ടാകില്ല എന്ന രീതിയിൽ ചില സൂചനകളും അദ്ദേഹം നൽകിയിരുന്നു. അങ്ങനെയാണ് രാത്രിയോടുകൂടി അദ്ദേഹത്തെ അനുനയിപ്പിച്ചാണ് ആ വകുപ്പിൽ മാറ്റം നൽകി. നേരത്തെ ആരോഗ്യവും ദേവസ്വവും അദ്ദേഹത്തിന് നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ്. ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയം. ഈ KSRTC പോലെ തന്നെ പൊതുജനാരോഗ്യത്തെ വേറെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ ഈ K മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രചരണ സമയത്ത് നൽകിയിരുന്ന നിരവധി വാഗ്ദാനങ്ങളുണ്ട്. തലസ്ഥാനത്ത് 2 മെഡിക്കൽ കോളേജുകൾ എന്ന രീതിയിലായിരുന്നു, അത് 1 മെഡിക്കൽ കോളേജ് കൂടി അധികം വരും എന്നൊക്കെയുള്ള നിരവധി വാഗ്ദാനങ്ങൾ അദ്ദേഹം തന്നെ നേരിട്ട് നടത്തിയതാണ്. അപ്പോൾ വകുപ്പ് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും? ദേവസ്വം നമുക്കറിയാം കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാർ ഏറ്റവും കൂടുതൽ പഴികേട്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം പഴികേട്ട്, യുവതീ പ്രവേശനം അടക്കം. അപ്പോൾ ഇവിടെയൊക്കെ ഒരു അന്ന് പ്രതിപക്ഷത്തിരുന്ന സർക്കാർ എങ്ങനെയാണോ പ്രതിപക്ഷത്തിന് UDF ചെയ്തത്, ഇതിലൊക്കെ തന്നെ ഒരു പരിഹാര മാർഗം ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രബലരും കരുത്തരും പരിചയസമ്പന്നരുമായവരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിയോഗിച്ചുകൊണ്ടുള്ള വകുപ്പ് ക്രമീകരണം തന്നെയാണ് VD സതീശൻ സർക്കാർ നടത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം. സർക്കാരിന്റെ മുന്നിൽ നിരവധി വെല്ലുവിളികളുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അത്രയേറെ പരിചയസമ്പന്നരായ 20 പേരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് VD സതീശൻ സർക്കാർ, യുവജനങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കരുത്തന്മാരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് VD സതീശൻ സർക്കാർ അധികാരത്തിലേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയേറെ ഈ സാമ്പത്തിക വിദഗ്ധനാണ് കൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ ധനവകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പാക്കേജുകളോടുകൂടി കൃത്യമായ ധനവിനിയോഗത്തോടും കൂടിയും അടുത്ത 5 വർഷം കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന കൃത്യമായ പ്രായോഗിക ബുദ്ധിയും ഒപ്പം തന്നെ ദീർഘവീക്ഷണത്തോടും കൂടി തന്നെയായിരിക്കും UDF സർക്കാർ ഇനി മുന്നോട്ട് പോകുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരുന്നു കാണാം. ശരി അൻഫ്രീറ്റ്, എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് UDF സർക്കാർ അധികാരത്തിലേക്ക് ഇന്ന് ഏറുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവാക്കളും പരിചയസമ്പന്നരും വനിതകളും ഉൾപ്പെടെയുള്ള ഒരു സന്തുലിതമായിട്ടുള്ള ഒരു മന്ത്രിസഭയായിരിക്കും എന്നുള്ളത്. 6 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് UDFിന്റെ സമ്പൂർണ്ണ ക്യാബിനറ്റ് തുടക്കത്തിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏൽക്കുന്നത്. അങ്ങനെ ടീം UDF അധികാരത്തിലേക്ക് പോവുകയാണ്. കേവലം മണിക്കൂറുകൾ മാത്രം. കൃത്യം 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും. നമ്മുടെ തലസ്ഥാന നഗരി മാത്രമല്ല, മധ്യ കേരളവും അതോടൊപ്പം തന്നെ വടക്കൻ കേരളവും സമാനമായ രീതിയിലുള്ള ഒരു ആഘോഷ നിറവിലാണെന്ന് പറയേണ്ടി വരും. കൊച്ചിയിൽ നിന്നും അശ്വതിയും കോഴിക്കോട് നിന്നും അനഘയും കൂടി ചേരുന്നുണ്ട്. ആദ്യം അശ്വതിയിലേക്കാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ്റെ ജന്മനാടാണ്. മാത്രവുമല്ല
ഈ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ പേര് വരുന്നതിന് തലേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ കണ്ടതാണ് എന്തുമാത്രം പ്രവർത്തകരും നേതാക്കളുമൊക്കെ അവിടെ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളത്. എന്തായാലും ഇന്ന് മനസ്സിലാക്കുന്നത് പള്ളുരുത്തിയിൽ ആ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ നിയുക്ത ആഭ്യന്തരമന്ത്രിയുടെയും ജന്മനാളിലൊക്കെ തന്നെ മഹാഗണപതി ഹോമവും ഒക്കെ നടത്തുകയാണ്. തീർച്ചയായിട്ടും തലസ്ഥാന നഗരിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ ആഘോഷം ജന്മനാട്ടിലുമൊക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണല്ലേ? ലിജിൻ, ഇവിടെ പലയിടങ്ങളിലും മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെയൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുന്നതിന് വേണ്ടിയുള്ള ബിഗ് സ്ക്രീനുകൾ അല്പസമയത്തിനകം തന്നെ വയ്ക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എറണാകുളത്ത് ഇപ്പോൾ, പ്രത്യേകിച്ച് പറവൂരിൽ ഇപ്പോൾ ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് രാവിലെ മുതൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇവിടുത്തെ പ്രവർത്തകരെല്ലാവരും തന്നെ തിരുവനന്തപുരത്തേക്ക് നേരിട്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുന്നതിനും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പറവൂർ ഒരു വിജനമായിട്ടാണ് കിടക്കുന്നത്. അധികം ആളുകളൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇവിടെയുള്ള പ്രവർത്തകരൊക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. അതിനിടയിലാണ് പള്ളുരുത്തി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ജന്മനാളുകളിലാണ് ഈ ഹോമം നടന്നത്. മേൽശാന്തി PK മധു അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകിയത്. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഒക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. ഇപ്പോൾ ഇവിടെ ആളുകൾ ഒക്കെയുണ്ട്, പറവൂരുകാരാണ്. അവരോട് നമുക്ക് ചോദിക്കാം. ഒപ്പം തന്നെ ഇതുപോലെ മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ പലയിടങ്ങളിലായി, ഈ മണ്ഡലത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ആളുകൾ ഒക്കെ തന്നെ പലയിടങ്ങളിലേക്ക് ബിഗ് സ്ക്രീനുകൾ ഒരുക്കുന്നതോടുകൂടി അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പറവൂരിൽ ഈ ഒരു മഴയുടെ ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് നിലവിൽ ഒരു ആൾക്കൂട്ടമൊന്നും എവിടേക്കും വരാത്തത്. അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പറവൂരുകാരുണ്ട്, വി ഡി സതീശൻ്റെ മണ്ഡലത്തിലെ ആളുകളുണ്ട്. ഇന്ന് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് എല്ലാവരും. അല്ല എല്ലാ കാര്യമായിട്ട് തോന്നുന്നു. പറവൂരുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ. മന്ത്രിമാരുടെ ലിസ്റ്റൊക്കെ കണ്ടോ? എന്താണ് തോന്നുന്നത്? ഒരു സന്തുലിതമായ മന്ത്രിസഭയാണ്? പ്രായങ്ങളൊന്നും പറയാനില്ല. എന്തായാലും ആളുകൾ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ. ഈ രാവിലെ ആളുകൾ എല്ലാവരും ജോലിക്ക് പോകുന്നതിനും അതിനൊക്കെയുള്ള ഒരു തിരക്കിലാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും തന്നെ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ചടങ്ങുകളൊക്കെ നേരിട്ട് കാണുന്നതിന് വേണ്ടി ഇവിടെ ബിഗ് സ്ക്രീനുകൾ ഒക്കെ ഒരുക്കുന്നതിന് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ താമസമുണ്ട്. മഴ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. മാത്രമല്ല, ജില്ലയിൽ നിന്ന് 4 അംഗങ്ങളാണ് ഈ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അങ്കമാലിയിൽ റോജി M. ജോൺ, അതുപോലെ തന്നെ കളമശ്ശേരിയിൽ അബ്ദുൾ ഗഫൂർ, ഒപ്പം വി ഡി സതീശൻ, അതുപോലെ പിറവത്ത് നിന്ന് അനൂപ് ജേക്കബ്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഈ മന്ത്രിസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കാണുന്നതിനുള്ള സജ്ജീകരണങ്ങൾ അല്പസമയത്തിനകം തന്നെ പൂർത്തീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ മഴ ചതിച്ചില്ലെങ്കിൽ ഈ ഓപ്പൺ ഏരിയയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം അല്പസമയത്തിനകം നമുക്ക് കാണാൻ സാധിക്കും. ലിജിൻ, തീർച്ചയായും അതാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടതാണ്. അതായത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ്റെ പേര് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നപ്പോൾ തന്നെ വലിയ ആവേശത്തിലായിരുന്നു പറവൂരിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലും അല്ലെങ്കിൽ ആലുവയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത്തവണ എന്തായാലും 4 മന്ത്രിമാർ എറണാകുളം ജില്ലയിൽ നിന്ന് വരികയാണ്. സ്വാഭാവികമായും അതിൻ്റെ ആവേശമൊക്കെ ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ എല്ലായിടത്തും ഇത്തരത്തിൽ വലിയ LED സ്ക്രീനുകളൊക്കെ തന്നെ പ്രദർശിപ്പിക്കുമെന്നാണ് നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി അനഘ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. അനഘ, ഗുഡ് മോർണിംഗ്. ഈ ഇത്തവണ എന്തായാലും കഴിഞ്ഞ തവണയൊന്നും തന്നെ UDF കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഈ MLA മാർ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ UDF സാധിച്ചു. പക്ഷേ ഈ വലിയ ആഘോഷങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ചില അസ്വാരസ്യങ്ങളൊക്കെ ജില്ലയിൽ നിന്നും ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി വേണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു. പക്ഷേ ഒരു പരിധിവരെ നേതൃത്വം ഇടപെട്ട് അതിനെ ശമിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലത്തെ സാഹചര്യം എന്താണ്? ഈ ആഘോഷ പരിപാടികളിൽ എല്ലാവരും തൃപ്തരാണോ, അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ പ്രവർത്തകരുടെ നേതാക്കളുടെ തീരുമാനം?
തീർച്ചയായും UDFന്റെ പ്രവർത്തകർക്ക് ചില ഒരു അതൃപ്തിയൊക്കെ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. INTUC ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലടക്കം പോസ്റ്റ് ചെയ്തിരുന്നു. കോൺഗ്രസിന് കൃത്യമായിട്ടുള്ളൊരു മന്ത്രി പ്രാതിനിധ്യം ഈ ജില്ലയ്ക്ക് വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ INTUC ഫേസ്ബുക്കിലടക്കം പോസ്റ്റ് ചെയ്തത്. ഈ മന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം, അതായത് ലീഗിന്റെ മന്ത്രിമാരുടെ പ്രഖ്യാപനത്തിന് ശേഷം പാറക്കൽ അബ്ദുള്ളയെ അടക്കം മന്ത്രിയാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറ്റ്യാടി മണ്ഡലത്തിലെ പുറമേരിയിലടക്കം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പാറക്കൽ അബ്ദുള്ളയെ ടേം വ്യവസ്ഥയിൽ മന്ത്രിയാക്കാം എന്ന ലീഗിന്റെ ഒരു മന്ത്രി പ്രഖ്യാപനത്തിൽ ഒരു പ്രഖ്യാപനം അടക്കം നടത്തിയത്. ഏതായാലും കോൺഗ്രസിന് അനേകം വർഷങ്ങളായി ഈ കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ MLA-മാരടക്കം ഇല്ലാതിരുന്ന ഒരു നാണക്കേട് തന്നെയായിരുന്നു പലപ്പോഴും കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കുറി അതിനെല്ലാം വലിയൊരു മാറ്റം തന്നെയാണ് വന്നത്. കോൺഗ്രസ് 5 സീറ്റുകളാണ് കോൺഗ്രസിന് ഇക്കുറി ലഭിച്ചത്. ഇതിൽ ഈ 5 സീറ്റുകളും LDF-ൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഈ കോൺഗ്രസിന്റെ 5 സീറ്റുകളും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കൃത്യമായിട്ടുള്ളൊരു മന്ത്രി സ്ഥാനം വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. അഡ്വക്കേറ്റ് K. ജയന്ത്, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ അടക്കമുള്ളവരെ ഇത്തരത്തിൽ മന്ത്രി ആക്കും എന്നതടക്കമുള്ള ഒരു അഭ്യൂഹങ്ങളടക്കം പരന്നിരുന്നു. ഏതായാലും അഡ്വക്കേറ്റ് ജയന്തിനെ സീനിയോറിറ്റി പ്രകാരം അഡ്വക്കേറ്റ് K. ജയന്തിനെ മന്ത്രിയാക്കും എന്നതടക്കമുള്ള ഒരു അഭ്യൂഹങ്ങളും നിലനിന്നിരുന്നു. ഇതിലേക്കുള്ള ഒരു ആവശ്യങ്ങളടക്കം കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് ജയന്തിനെയും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വലിയ മുന്നേറ്റം ഈ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലടക്കം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും ഈ പ്രവീൺ കുമാറിനെയും തഴയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് കോഴിക്കോട് ജില്ലയ്ക്ക് നിലവിൽ ഒരു മന്ത്രിയെ പോലും ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ UDF പ്രവർത്തകരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ 6 സീറ്റുകളാണ് മുസ്ലിം ലീഗിന് ഉള്ളതെങ്കിൽ 5 സീറ്റുകൾ കോൺഗ്രസിനും 1 സീറ്റ് RMPക്കുമാണ് ഉള്ളത്. ഇതിൽ ആകെ 13 നിയോജക മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് നിലവിൽ LDFന് വിജയിക്കുവാൻ വേണ്ടി സാധിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഈ കോഴിക്കോട് ജില്ലയിൽ നടത്തിയിട്ടും ഈ ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എന്നതടക്കമുള്ള ഒരു വിഷമം ഈ പ്രവർത്തകർക്കിടയിലുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഈ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരടക്കം കുറ്റ്യാടി പുറമേരിയിലടക്കം ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഏതായാലും ഈ പുതിയ ഒരു മന്ത്രിസഭ അധികാരത്തിലേൽക്കുന്നു. സുജനപാലിനും അഡ്വക്കേറ്റ് P. ശങ്കരനും ശേഷം ഇത്തരത്തിൽ കോൺഗ്രസിന് ഒരു മന്ത്രിയില്ലാത്ത ഒരു ജില്ല കൂടിയായി മാറിയിരിക്കുകയാണ് വീണ്ടും കോഴിക്കോട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അതാണ് എന്തായാലും വലിയ ആവേശത്തിലാണ് UDF ക്യാമ്പ്. സംസ്ഥാനമെമ്പാടും വലിയ പ്രതീക്ഷകളോടെയാണ് എന്തായാലും പുതിയ മന്ത്രിസഭ അധികാരത്തിലേറുമ്പോൾ ജനങ്ങൾ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പല പ്രഖ്യാപനങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഏതൊക്കെയായിരിക്കും ആദ്യ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തി അതിന് അംഗീകാരം നൽകുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കൃത്യം 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. 9 മണി വരെയായിരിക്കും ആ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ഉള്ളിൽ കയറാനുള്ള സമയമുള്ളത്. എന്തായാലും ഒരു സന്തുലിതമായ മന്ത്രിസഭയാണ് ഇത്തവണത്തേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ മന്ത്രിസഭയിലുള്ള പ്രധാനപ്പെട്ട ചില വ്യക്തികളെ നമുക്ക് പരിശോധിക്കാം. പിതാവ് VK ഇബ്രാഹിം കുഞ്ഞിന്റെ പാത പിന്തുടർന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് കളമശ്ശേരിയുടെ സ്വന്തം അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ. മന്ത്രി P. രാജുവിനെ മലർത്തിയടിച്ചാണ് അബ്ദുൽ ഗഫൂർ മണ്ഡലം തിരിച്ചുപിടിച്ചത്. മന്ത്രിമാരെ സ്വീകരിച്ച് നല്ല പരിചയമുള്ള കളമശ്ശേരിയിലെ ജനങ്ങൾ മന്ത്രി അബ്ദുൽ ഗഫൂറിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് കാത്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ആലങ്ങാട് പഞ്ചായത്തിൽ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെയും നദീറയുടെയും മൂത്ത മകനായി 1976 VE അബ്ദുൽ ഗഫൂർ ജനിച്ചത്. ആലുവ സെറ്റിൽമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ക്രിക്കറ്റിനോടായിരുന്നു പ്രിയം. കേരള സംസ്ഥാന അണ്ടർ-16 ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിലായിരുന്നു തുടർ വിദ്യാഭ്യാസം. 2000 കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ആരംഭിച്ചു. 25 വർഷത്തിലധികം നിയമവൃത്തിയിൽ അബ്ദുൽ ഗഫൂർ സജീവമായിരുന്നു. കോളേജ് കാലഘട്ടത്തിൽ MSF മുഖേനയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത്. പിന്നീട് യൂത്ത് ലീഗിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു. FIT സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്, TCC തൊഴിലാളി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് എംപ്ലോയി ഓർഗനൈസേഷൻ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അബ്ദുൽ ഗഫൂറിന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എല്ലാ കാലത്തും അദ്ദേഹത്തിന് വീട്ടുകാര്യം തന്നെയായിരുന്നു. 2021 ലീഗ് കോട്ടയായിരുന്ന കളമശ്ശേരിയിൽ P. രാജീവ് നേടിയ അട്ടിമറി വിജയം രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു.
വ്യവസായ മന്ത്രി എന്ന നിലയിലുള്ള നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു പി രാജീവ് ഇത്തവണ വോട്ട് തേടിയത്. പിതാവ് VK ഇബ്രാഹിം കുഞ്ഞിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിക്കാട്ടിയായിരുന്നു അബ്ദുൾ ഗഫൂർ വോട്ടർമാരെ സമീപിച്ചത്. 16,312 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം രൂപം കൊണ്ട കളമശ്ശേരി മണ്ഡലത്തിൽ VK ഇബ്രാഹിം കുഞ്ഞിലൂടെയായിരുന്നു 2011 2016 മുസ്ലിം ലീഗ് ആധിപത്യം ഉറപ്പിച്ചത്. ഒരു തവണ കൈവിട്ടു പോയെങ്കിലും മിന്നുന്ന വിജയത്തോടെയാണ് അബ്ദുൾ ഗഫൂർ മണ്ഡലം തിരിച്ചുപിടിച്ച് നിയമസഭയിലേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. അതാണ് എന്തായാലും അബ്ദുൾ ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം 2021 അദ്ദേഹം അവിടെ മത്സരിച്ചിരുന്നു. പക്ഷെ അന്ന് പി രാജീവിനോട് പരാജയപ്പെട്ടു. പക്ഷേ 2026 വലിയൊരു തിളക്കമാർന്ന വിജയം അദ്ദേഹത്തെ കാത്തിരുന്നു. അത് അദ്ദേഹം സ്വന്തമാക്കി. ഇടത് കോട്ടകൾ പൂർണ്ണമായിട്ടും തകർത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പടയോട്ടം. എന്തായാലും ഇപ്പോൾ അതാ മന്ത്രിസഭയിലേക്ക് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് അബ്ദുൾ ഗഫൂർ. ഇനി ഈ മന്ത്രിസഭയിലെ മറ്റൊരു സവിശേഷത യുവാക്കളാണ് കൂടുതൽ എന്നുള്ളതാണ്. യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നേതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടത്. എന്തായാലും സംസ്ഥാന മന്ത്രിസഭയിൽ യുവാക്കളുടെ പ്രതിനിധിയായി എത്തുകയാണ് അങ്കമാലിയുടെ MLA റോജി M. ജോൺ. 3ാം തവണ നിയമസഭയിലേക്ക് എത്തിയപ്പോഴാണ് മന്ത്രിസ്ഥാനം റോജിയെ തേടിയെത്തുന്നത്. കൊച്ചിയുടെ വേഗതയ്ക്കനുസരിച്ചുള്ള വളർച്ചയാണ് അങ്കമാലി മണ്ഡലം റോജിയിലൂടെ പ്രതീക്ഷിക്കുന്നത്. റോജി സഭയിലേക്ക് എത്തുമ്പോൾ വികസനത്തിന്റെ വേഗത കൂടും എന്ന വിശ്വാസത്തിലാണ് അങ്കമാലിക്കാർ. കോൺഗ്രസ് യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് റോജി M. ജോൺ അങ്കമാലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 3ാം തവണയാണ് റോജി തുടർച്ചയായി അങ്കമാലിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. 2016 JDS സ്ഥാനാർത്ഥി ബെന്നി മൂഞ്ഞേലിയെ പരാജയപ്പെടുത്തിയാണ് ആദ്യ നിയമസഭാ പ്രവേശനം. 2021 ജോസ് തെറ്റേലിനെ പരാജയപ്പെടുത്തി. 2026 3ാം അംഗത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സാജു പോളിനെ പരാജയപ്പെടുത്തിയത്. SH കോളേജ് തേവര, JNU ഹൈദരാബാദ്, ഡൽഹി സർവകലാശാല എന്നിവിടങ്ങളിലായിരുന്നു റോജി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. MA MPhil വിദ്യാഭ്യാസ യോഗ്യത. NSUI ദേശീയ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2001 SH കോളേജ് തേവര യൂണിയൻ ചെയർമാൻ, 2005 JNU NSUI സംസ്ഥാന സെക്രട്ടറി, NSUI ദേശീയ പ്രസിഡന്റ് തുടങ്ങിയ പദവികളിൽ പ്രവർത്തിച്ചു. റോജി ആദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ യുവാക്കളുടെ പ്രതീക്ഷകൾ കൂടിയാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഈ സാധാരണയായി തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പലതരത്തിലുള്ള പൂജകളൊക്കെ തന്നെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത്തവണ പുതിയ സർക്കാർ ഐശ്വര്യപൂർണ്ണമായി മുന്നോട്ട് പോകാൻ മഹാഗണപതി ഹോമം നടത്തിയിരിക്കുകയാണ് പള്ളുരുത്തി ശ്രീ ഭവനീശ്വര ക്ഷേത്രത്തിൽ. മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ജന്മനാളുകളിലാണ് ഹോമം നടന്നത്. മേൽശാന്തി PK മധു ഈ ഹോമങ്ങൾക്ക് നേതൃത്വം നൽകി. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, വിനോദ് തമ്പി എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളും പങ്കാളികളായി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രണ്ടാം കൃഷിക്കുള്ള ഒരുക്കങ്ങൾക്കിടെ രാസവളങ്ങളുടെ വിലയിലുണ്ടായ വലിയ വർധനവ് കുട്ടനാട്ടിലെ നെൽ കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നാണ് ഫാക്ടംബോസ്, പൊട്ടാഷ്, NPK ഉൾപ്പെടെയുള്ള വളങ്ങളുടെ വില കുതിച്ചു കയറിയത്. ഇതോടെ കൃഷി ഇറക്കിയാലും വളം വാങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് കർഷകർ എത്തി. ഫാക്ടംഫോസിന് ചാക്കൊന്നിന് 50 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ പൊട്ടാഷിന് 175 രൂപയും NPKക്ക് 400 രൂപയും വർദ്ധിച്ചു. യൂറിയയുടെ 45 കിലോ ചാക്കിന് 267 രൂപയാണ് വില. ഗൾഫിലെ ഇന്ധന പ്രതിസന്ധിയും പാചകവാതക നിയന്ത്രണവും വളമുൽപാദനത്തെ ബാധിച്ചതാണ് കാരണം. കേന്ദ്രം സബ്സിഡി വെട്ടിക്കുറച്ചതോടെ 3 വർഷത്തിനിടെ രാസവളങ്ങൾക്ക് നിരന്തരമുണ്ടായ വിലവർധന കർഷകർക്ക് ഭാരിച്ച ബാധ്യതയായി മാറിയതിന് പിന്നാലെയാണ് 2 ആഴ്ചയ്ക്കകം വളങ്ങളുടെ വില വീണ്ടും വർദ്ധിച്ചത്. വില ഇനിയും ഉയരുമെന്നാണ് വിതരണക്കാരുടെ വെളിപ്പെടുത്തൽ. വേനൽ മഴയ്ക്ക് പിന്നാലെ ഉണ്ടായ വിലവർധന കർഷകർക്ക് കനത്ത ആഘാതമായി. ഏറ്റവും അടിയന്തരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് രാസവളങ്ങളുടെ വിലവർധനമാണ്. 50 രൂപ മുതൽ 400 രൂപ വരെ ഒരു ചാക്കിന് വില കൂടിയിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കർഷകർ പ്രയോഗിക്കുന്ന
വില കുറഞ്ഞ വളമായിരുന്ന മിക്സർ 16 എന്ന് പറയുന്നതിന് 400 രൂപയാണ് 450 രൂപ കൂടിയിരിക്കുകയാണ്. 1600 നിന്ന് 2050 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പൊട്ടാഷിൻ്റെ വില 175 രൂപ കൂടി 1975 രൂപയാക്കി മാറ്റിയിരിക്കുക ഒരു ചാക്കിന്. മറ്റെല്ലാ വളങ്ങൾക്കും അമിതമായി വില വർദ്ധിപ്പിക്കുകയാണ്. പുഞ്ചകൃഷിയുടെ നെല്ലിന്റെ വില ലഭിക്കാതിരിക്കെ ജൂണിൽ വിത തുടങ്ങുകയും കാലവർഷം ശക്തമാകുകയും ചെയ്താൽ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ വളത്തിന്റെ ലഭ്യതക്കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങളുടെ സഹായത്തോടെ ന്യായവിലയ്ക്ക് വളം ലഭിക്കാൻ സംവിധാനമില്ലാതെ വന്നാൽ കർഷകർ വൻ ചൂഷണത്തിന് വിധേയരാകും. കാലാവസ്ഥാ വ്യതിയാനത്തിനും കൂലിവർദ്ധനയ്ക്കും പിന്നാലെ രാസവള വില വർദ്ധിച്ചതോടെ പലരും ഒന്നാം വിള ഉപേക്ഷിച്ചേക്കാവുന്ന സ്ഥിതിയിലാണുള്ളത്. അമൃത ന്യൂസ്, ആലപ്പുഴ. കോട്ടയം തിരുനക്കര മൈതാനം നവീകരണത്തിന് നഗരസഭയുടെ പദ്ധതി. കോട്ടയം സെൻട്രൽ ജംഗ്ഷനും ഗാന്ധി പ്രതിമയും അടക്കം നവീകരിച്ച് ജില്ലയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനാണ് ലക്ഷ്യമിടുന്നത്. സ്വകാര്യ കമ്പനികളുടെ CSR ഫണ്ട് പ്രയോജനപ്പെടുത്തിയാകും പദ്ധതി നടപ്പിലാക്കുക. കേരള കോൺഗ്രസിന്റെ പിറവി ഉൾപ്പെടെ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇടമാണ് കോട്ടയം തിരുനക്കര മൈതാനം. എന്നാൽ ജില്ലയിലെ ഒട്ടുമിക്ക നഗരഹൃദയങ്ങളും വികസിച്ചപ്പോൾ കാലാനുസൃതമായ വികസനം തിരുനക്കര മൈതാനത്തിനും ചുറ്റുവട്ടത്തിനും ഉണ്ടായില്ല. ഈ കുറവ് പരിഹരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. തിരുനക്കര മൈതാനത്തിനൊപ്പം ഗാന്ധി പ്രതിമയും സെൻട്രൽ ജംഗ്ഷനും നവീകരിക്കും. ജില്ലയുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാക്കി ഈ 3 സ്ഥലങ്ങളെയും മാറ്റുമെന്ന് നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ പറഞ്ഞു. ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്നുള്ള നിലയിൽ തിരുനക്കര മൈതാനം ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് എപ്പോഴും വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രൈം മേഖലയായി മാറ്റണമെന്നുള്ളതാണ് കൗൺസിലിൻ്റെ താല്പര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരുനക്കര മൈതാനത്തോട് ചേർന്ന് വരുന്ന ഗാന്ധി സ്ക്വയർ ഒരു പ്രത്യേക ഒരു ബ്ലോക്കാക്കി വെച്ച് ഒരു പ്രൈം സോണായി അതിനെ മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം സമാനമായി അതിന് തൊട്ട് സമീപത്തുള്ള സെൻട്രൽ ജംഗ്ഷനോടെ ഒന്ന് ഭംഗിയാക്കിയാൽ നമുക്ക് തിരുനക്കരയും തിരുനക്കര ചുറ്റുവട്ടവും ഇന്നുള്ളതിൽ നിന്നൊക്കെ 10 മടങ്ങ് ഒരു ഭംഗി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് സാഹചര്യം ഉണ്ടാകും. ഇന്ത്യൻ ആർക്കിടെക്ട് അസോസിയേഷനുമായി ചേർന്നാണ് തിരുനക്കര മൈതാനത്തിൻ്റെയും ഗാന്ധി പ്രതിമയുടെയും സെൻട്രൽ ജംഗ്ഷൻ്റെയും സൗന്ദര്യവൽക്കരണം നഗരസഭ നടപ്പാക്കുക. അസോസിയേഷൻ അംഗങ്ങൾ തയ്യാറാക്കുന്ന ഡിസൈനും അവരുടെ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി തിരുനക്കരയെ കോട്ടയത്തിൻ്റെ മനോഹര മുഖമാക്കി മാറ്റും. മൈതാനത്തിൻ്റെ ചുറ്റുമതിലടക്കം പൊളിച്ച് നിർമ്മിക്കും. ഇരിപ്പിടങ്ങളും വിശ്രമത്തിനും മറ്റും വേണ്ട സൗകര്യങ്ങളും ഒരുക്കും. വിവിധ സ്വകാര്യ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നവീകരണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആധുനിക സൗകര്യങ്ങളോടെ നവീകരണം പൂർത്തിയാകുമ്പോൾ സാംസ്കാരിക പരിപാടികൾക്കും ആളുകൾക്ക് വിശ്രമത്തിനും അനുയോജ്യമായ ഇടമായി തിരുനക്കര മാറുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, കോട്ടയം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ സമയം അതിക്രമിക്കുന്നുവെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എത്രയും വേഗം തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലത്, ഇല്ല എങ്കിൽ അവരുടേതായി ഒന്നും ബാക്കിയുണ്ടാകില്ല എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. തങ്ങളുടെ നിർദ്ദേശങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും US തയ്യാറായിട്ടില്ല എന്നും ഇറാനും പ്രതികരിച്ചിട്ടുണ്ട്. ഈ നിലപാട് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും പിന്മാറാനാകില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി ആവർത്തിച്ചു. ഭീഷണിയുമായി അമേരിക്ക മുന്നോട്ട് പോകുമ്പോഴും തങ്ങൾ പിന്നോട്ടില്ല എന്നറിയിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ നിർദ്ദേശങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും US തയ്യാറായിട്ടില്ല എന്നവർ പ്രതികരിച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത ഈ നിലപാട് പ്രതിസന്ധിയുണ്ടാക്കുമെന്നും തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറാനാകില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി ആവർത്തിച്ചു. ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നിർത്തലാക്കുക, ഇറാനെതിരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകുക എന്നിവയൊക്കെ ആവശ്യങ്ങളിൽ പെടുന്നു. ഹോർമുസ് കടലിടുക്കിന്മേൽ ഇറാന്റെ പരമാധികാരം ഉറപ്പാക്കണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇറാന്റെ യുറേനിയം ശേഖരം US മാറ്റുന്നതടക്കമുള്ള 5 നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വച്ചത്. ഇറാനുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും അവർ തയ്യാറല്ല. ഇതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കെ പുതിയ ആരോപണ പ്രത്യാരോപണങ്ങളും ഉയരുന്നു. അമേരിക്ക അയൽ രാജ്യങ്ങളെ ആക്രമിക്കുകയും അതിന്റെ പഴി തങ്ങൾക്കുമേൽ കെട്ടിവെക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇറാൻ ഉന്നയിക്കുന്ന വാദം. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. എന്നാലും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ടീം UDF മന്ത്രിസഭ VD സതീശന്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. കൃത്യം 10 മണിക്ക് തന്നെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങുകൾ നടക്കുക. വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ. സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി മുതൽക്ക് തന്നെ നിരവധി പ്രവർത്തകർ
തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. എന്തായാലും കൃത്യം 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എന്തുമാത്രം പ്രവർത്തകരാണ് അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ ഒരുക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. മാത്രവുമല്ല സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, പ്രധാനപ്പെട്ട നിരവധി നേതാക്കളുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP അടക്കമുള്ളവരുണ്ട്. പ്രധാന മറ്റു പല നേതാക്കളും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു ചടങ്ങാക്കി മാറ്റുവാനാണ് UDF ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിനെ എന്തായാലും നോക്കിക്കാണുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇത്തവണ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. കാരണം 10 വർഷത്തിന് ശേഷമാണ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. സ്വാഭാവികമായും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഊർജ്ജവും അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള രീതിയിൽ തന്നെ അത് മാറ്റിയെടുക്കുക എന്ന് തന്നെയാണ് UDF ക്യാമ്പ് ആലോചിക്കുന്നതും. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. എബി ചേരുന്നുണ്ട്. എബി, ഒരിക്കൽ കൂടി നമ്മൾ ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഇപ്പോൾ തന്നെ സ്റ്റേഡിയം പൂർണ്ണമായിട്ടും ആ വേദിയൊക്കെ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല ഇനിയും ആളുകൾ എത്താൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9 മണിവരെ അകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നു എന്ന് പറയുമ്പോഴും ആളുകൾ പുറത്തു നിൽക്കേണ്ടി വരുമോ ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ? ലിജിനെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ പ്രവർത്തകരെല്ലാവരും ഉള്ളത്. ലിജി പറഞ്ഞ പോലെ തന്നെ 10 വർഷത്തെ ഒരു ഇടവേള, അതിനുശേഷം അധികാരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുഴുവൻ പകിട്ടും ആഘോഷങ്ങളും ഒക്കെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ ഈ പ്രവർത്തകരുടെ ഒരു വലിയ ഒഴുക്ക് നമുക്ക് തലസ്ഥാന നഗരിയിലേക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് ഇന്ന് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന്, സംസ്ഥാനത്തിന് പുറത്തു നിന്ന് ആളുകൾ, അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ട സഞ്ചയം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ആവേശം ഒട്ടും തന്നെ കുറവില്ല. ഞാൻ മുസ്ലിം ലീഗിലെ 5 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യണ ഒരു ഇത്. പിന്നെ ഞാൻ കൊടുങ്ങല്ലൂർ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിനൊരു യുവ നേതൃത്വം OJ ജനീഷിലൂടെ, അതിൻ്റെ സന്തോഷത്തിലാണ്. 2 സന്തോഷമാണ്. പിണറായി വിജയൻ്റെ ഭരണം അവസാനിച്ചതും VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മന്ത്രിസഭ. ജനങ്ങളെല്ലാം ആവേശത്തിലാണ്. വലിയ ആവേശം തന്നെയാണ്. എവിടെ ഞങ്ങൾ കായംകുളത്തു നിന്നാണ്. ഞങ്ങൾ ഇരട്ടി മധുരമാണ്. 20 വർഷക്കാലം ഞങ്ങൾക്ക് MLA ഇല്ലായിരുന്നിട്ട് ഇപ്പോഴും M ലിജു ആണ് ഞങ്ങളുടെ MLA. പക്ഷേ ഇപ്പോൾ മന്ത്രിസ്ഥാനം കൂടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ്. LDF സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണിത്. ഞങ്ങളെ തല്ലിച്ചതച്ച നമ്മുടെ ആലപ്പുഴയുടെ MLA VD സതീഷ്, AD തോമസിനെ പോലുള്ള ആളുകളെ തല്ലിച്ചതച്ച LDF സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണ്. ജനങ്ങളെ ദ്രോഹിച്ച സർക്കാരാണ്. ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ്. കായംകുളത്തിന് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, M ലിജുവിന് അഭിവാദ്യങ്ങൾ, VD സതീശന് അഭിവാദ്യങ്ങൾ, VD സതീശന് അഭിവാദ്യങ്ങൾ. ലിജിന, ഈ നിലയിൽ വലിയ ആവേശം തന്നെ നമുക്കിവിടെ എല്ലാവരുടെ അടുത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഇത്തരത്തിൽ LDFന്റെ ഭരണം അവസാനിച്ചു, അതിൽ UDFന്റെ ഭരണത്തിലേക്ക് വരുന്നു. ആ നിലയ്ക്കുള്ള വലിയ ആഘോഷവും ആവേശമൊക്കെ തന്നെ ഈ പ്രവർത്തകരൊക്കെ തന്നെയും വലിയ പ്ലക്കാർഡുകൾ, ബാനറുകളൊക്കെ തന്നെയും ഏന്തിക്കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു വലിയ ഒരു ആവേശവും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ബാനറുകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് ഈ നിലയിൽ അവർ അവരുടെ സന്തോഷം, ആഹ്ലാദമൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ കൊടിതോരണങ്ങളൊക്കെ തന്നെ നമുക്കിങ്ങ് വരുന്ന വഴിക്കൊക്കെ തന്നെ കാണാം. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇനിയും ഈ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തന്നെയാണ്. അങ്ങനെ 9 മണിവരെ പ്രവേശനമുണ്ട്. 50,000-ലധികം ആളുകൾ കൃത്യമായും ഇവിടേക്ക് 50,000-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അത്രയും ആളുകളെയാണ് ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ വേദി അല്ലെങ്കിൽ ഈ ഒരുക്കിയിരിക്കുന്നത് തന്നെ വളരെ പ്രത്യേകമായിട്ടുള്ള രീതിയിലാണ്. വലിയ പ്രധാനപ്പെട്ട ഒരു വേദിയുണ്ട്. അതിന് തൊട്ട് അടുത്തായി കൂടുതൽ ആളുകൾക്ക് LED സ്ക്രീനുകളിൽ ഈ പരിപാടികൾ കൃത്യമായി കാണുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. ആ നിലയ്ക്ക് വരുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ ഈ പരിപാടി പങ്കെടുത്ത് കണ്ട് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ആ നിലയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കൃത്യം 10 വർഷം മുമ്പാണ് UDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. അതിനുശേഷം 10 വർഷം പിന്നിടുമ്പോൾ അത് ഒരു വലിയ ജനക്കൂട്ടത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. VD സതീശനും 20 മന്ത്രിമാരും ഇന്ന് ഇത്തരത്തിൽ അവിടേക്ക് എത്തുന്നു, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ പ്രധാനപ്പെട്ട വേദിയിൽ, അതിൻ്റെ സ്റ്റേജിലൊക്കെ തന്നെ അത് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതിൻ്റെ അവസാനവട്ട നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. നമ്മൾ തമിഴ്നാട്ടിലെ പരിപാടിയിൽ അല്ലെങ്കിൽ ഈ
സത്യപ്രതിജ്ഞ ചടങ്ങിൽ കണ്ടതുപോലെയുള്ള കാര്യങ്ങളല്ല. ലോക് ഭവൻ നിർദ്ദേശിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും മാത്രമായിരിക്കും സ്റ്റേജിൽ ഉണ്ടായിരിക്കുക. ബാക്കിയുള്ള ആളുകളൊന്നും തന്നെ അത്തരത്തിൽ സ്റ്റേജിലേക്ക് ഉണ്ടാവില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ തന്നെ വി ഡി സതീശൻ തന്നെ പറഞ്ഞിരുന്നു ഇത്തവണ എന്തായാലും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നില്ല എന്നുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് പുതിയ UDF മന്ത്രിമാർക്ക് ലഭിക്കുക. അതിൽ VN വാസവന്റെ വാഹനമാണ് മുഖ്യമന്ത്രി വി ഡി സതീശന് ലഭിക്കുക. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ എന്തായാലും അത്തരത്തിലാണ് നമുക്ക് ഓരോ വാഹനങ്ങളും, പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ വാങ്ങിയൊരു വാഹനമാണ് VN വാസവന് ഉപയോഗിച്ചിരുന്ന ഇന്നോവ. ഇതാണ് വി ഡി സതീശന് മുഖ്യമന്ത്രിക്ക് ലഭിക്കുക. മറ്റു മന്ത്രിമാർക്കുള്ള കാറുകളും അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പ് സർവീസ് ചെയ്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ തന്നെ എത്തിച്ചിട്ടുണ്ട്. തൽക്കാലം വാഹനങ്ങളുടെ നമ്പറുകൾ ക്രമരഹിതമായിട്ടാണ് നൽകിയിരിക്കുന്നത്. നമ്പർ മാറ്റണമെന്ന് പിന്നീട് ഏതെങ്കിലും മന്ത്രിമാർ ആവശ്യപ്പെട്ടാൽ അത് മാറ്റി നൽകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യക്തമാക്കിയത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ വലിയ വിവാദമായിരുന്നു, അല്ലെങ്കിൽ വലിയ ചർച്ചകൾക്കിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനവും വാഹന വ്യൂഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അതിനെ തുടർന്നായിരുന്നു ഈ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത്. അൻഫിലിറ്റ് ചേരുന്നുണ്ട് അവിടെ നിന്നും. അൻഫിലിറ്റ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുടക്കത്തിൽ തന്നെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു പുതിയ വാഹനങ്ങളൊന്നും തന്നെ വാങ്ങുന്നില്ല, സാമ്പത്തിക നില അത്രയ്ക്കും അങ്ങ് ഭദ്രമല്ല എന്നുള്ളത്. അൻഫിലിറ്റ്. തീർച്ചയായും. അതായത് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി എല്ലാവരും തന്നെ മന്ത്രിമാർക്ക് സ്വീകരിക്കാൻ, അതായത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മന്ത്രിമാർ മടങ്ങിപ്പോകുന്നത് ഈ സ്റ്റേറ്റ് കാറിലായിരിക്കും. ഔദ്യോഗിക വാഹനങ്ങൾ ഓരോന്നായി ഇവിടെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ കഴിയുന്നു. കൃത്യം 10 മണിക്ക് സത്യപ്രതിജ്ഞ ആരംഭിച്ചു. 1 മണിക്കൂർ പോലും എടുക്കുമെന്ന് അറിയില്ല. അതിനു മുന്നേ സത്യപ്രതിജ്ഞ കഴിയുന്നു. അതിനുശേഷം ഇവർ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് ഈ സ്റ്റേറ്റ് കാറുകളിലാണ്. ഈ 20 മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മുഖ്യമന്ത്രി 20 മന്ത്രിമാരും ഇവർക്കായി അകത്തേക്ക് സത്യപ്രതിജ്ഞാ വേദിക്ക് അകത്തേക്ക് കയറുകയാണ്. ഔദ്യോഗിക വാഹനങ്ങൾ ഓരോന്നായി. അതിനുശേഷം സംസ്ഥാനത്തിലെ UDF സർക്കാരിന്റെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. അവർ ഈ സ്റ്റേറ്റ് കാറിലായിരിക്കും ഇനി തിരിച്ച് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഇപ്പോൾ അകത്തേക്ക് സത്യപ്രതിജ്ഞ വരുന്നത്. സ്വന്തം വാഹനം അത് കഴിയുമ്പോൾ ഔദ്യോഗിക വാഹനത്തേക്ക് മടങ്ങിപ്പോകുന്നു. ഔദ്യോഗിക വാഹനം ഇവരെ സ്വീകരിക്കാനായി, നിയുക്ത മന്ത്രിമാരെ സ്വീകരിക്കാനായി ഔദ്യോഗിക വാഹനം അകത്തേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളാണ്. അതിനുശേഷം ഈ വാഹനത്തിൽ ഇവർ ആദ്യം പോകുന്നത് ലോക് ഭവനിലാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതി ലോക് ഭവനിലേക്ക് പോകുന്നു. ഗവർണറുടെ ചായ സൽക്കാരമുണ്ട്. ആ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് അതിനുശേഷമായിരിക്കും സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഔദ്യോഗിക വാഹനത്തിൽ ഇവിടെ നിന്ന് നേരെ അവർ ലോക് ഭവനിലേക്ക് പോകുകയാണ്. എന്തായാലും ഇനി വളരെ കുറച്ച് സമയം മാത്രമേ അവശേഷിക്കൂ. പുതിയ മന്ത്രിമാരുടെ വാഹനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അൻഫിലിറ്റ് തുടരുന്നുണ്ട്. അൻഫിലിറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞത് വാഹനങ്ങളുടെ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ തുടക്കത്തിൽ തന്നെ അത് പറയുകയും ചെയ്തു. അതായത് ഭരണരംഗത്തേക്ക് കടന്നു വരുമ്പോൾ എല്ലായിടത്തും ഒരു സതീശൻ സ്റ്റൈൽ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. മാത്രമല്ല ഒരു വ്യത്യസ്തത, ഒരു പുതുമയാർന്ന ഒരു ഭരണമായിരിക്കും തങ്ങൾ കാഴ്ചവെക്കുക എന്ന സൂചനയാണ് പല ഘട്ടത്തിലും വി ഡി സതീശൻ നൽകുന്നത്. എന്തായാലും ആ പ്രതീക്ഷ തന്നെയാകുമല്ലോ എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നതും. മാത്രമല്ല തിരിച്ചതുപോലെയുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്കും അവർ തരേണ്ടത്. തീർച്ചയായും. കാരണം ഈ വി ഡി സതീശൻ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ്, അതായത് മുഖ്യമന്ത്രിയായി വി ഡി സതീശനാണ് എന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നതിന് ശേഷം അദ്ദേഹം നൽകിയ ചില സൂചനകളും അദ്ദേഹം നൽകിയ ചില പ്രതികരണങ്ങളും വ്യക്തത വരുത്തിയിരുന്നു. അതായത് ഏത് ദിശയിലേക്കാണ് ഭരണം പോകുന്നതെന്ന്. അല്ലാതെ അദ്ദേഹം ആദ്യം പറഞ്ഞത് അനാവശ്യമായ, അതായത് എസ്കോർട്ട് വാഹനങ്ങളുടെ എണ്ണം കൂട്ടുന്നില്ല, ഒരു പൈലറ്റ് വാഹനവും ഒരു എസ്കോർട്ട് വാഹനവും മാത്രം മതി, ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ തന്നെ വെട്ടിച്ചുരുക്കാൻ അദ്ദേഹം തീരുമാനമെടുക്കുന്നു. അതെന്ന് പറഞ്ഞാൽ സർക്കാരിലെ വലിയ ചെലവ് ചുരുക്കൽ, അതാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നതിന് ആദ്യം. കാരണം ആ രീതിയിലാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി. അതുകൊണ്ട് ചെലവ് ചുരുക്കി മുന്നോട്ട് പോവുക. പിന്നീട് അദ്ദേഹം പറയുന്നു ഔദ്യോഗികമായ വസതികൾക്കൊന്നും തന്നെയും മോടി പിടിപ്പിക്കുന്നില്ല, ചെറിയ ചില മെയിൻ്റനൻസ് പണി ചെയ്ത്, അതായത് ചില ചെറിയ രീതിയിൽ അറ്റകുറ്റപ്പണികൾ മാത്രം ചെയ്ത് അകത്ത് വരുന്നു. ഒരൊറ്റ മന്ത്രി വസതികൾ പോലും മോടി പിടിപ്പിക്കുന്നില്ല എന്ന് തീരുമാനമെടുക്കുന്നു. ഇതൊക്കെ തന്നെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിന് പുതിയ വാഹനം, അത് മുഖ്യമന്ത്രിക്ക് പോലും പുതിയ വാഹനം വാങ്ങുന്നില്ല, പഴയ വാഹനം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന ആ വാഹനം, അതിനപ്പുറത്ത് പുതിയതൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തുടക്കത്തിൽ അദ്ദേഹം അതിനുള്ള ഒരു സന്ദേശം നൽകുന്നു. പക്ഷെ ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഔദ്യോഗിക വാഹനം വാങ്ങാത്തതോ അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതോ വസതികൾ മോടി പിടിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് വളരെ ചെറിയൊരു വിഷയങ്ങളാണ്. ഇനി അങ്ങോട്ട് സർക്കാർ
സർക്കാരിനെ സംബന്ധിച്ച് ഭീമമായ രീതിയിലേക്കാണ് സർക്കാർ പോകുന്നത്. അപ്പോൾ അത്രയേറെ ഭീമമായ ചെലവുകളും വലിയ വൻകിട പദ്ധതികളും ഒക്കെ വരുമ്പോഴും ഇനി മുന്നോട്ട് പോകുന്ന ആ സഞ്ചാരപാതയിൽ എങ്ങനെയാകും വി ഡി സതീശൻ സർക്കാർ എന്ന് പറയുന്നത്? കാരണം ജനങ്ങൾ കാത്തിരിക്കുകയാണ്. 10 വർഷത്തെ ഇടത് സർക്കാരിന്റെ നയങ്ങളും ശൈലിക്കുമെതിരെ കടുത്ത വിമർശനം, അതിനേറ്റ ഒരു കടുത്ത തിരിച്ചടി എന്ന രീതിയിലാണ് ജനങ്ങൾ കൊടുത്തൊരു മാൻഡേറ്റ് ആയിരുന്നു ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ UDF സർക്കാരിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ജനങ്ങൾ കാത്തിരിക്കുകയാണ്, ഒരു മാറ്റം ഉണ്ടാകുന്നു, ഭരണമാറ്റം 10 വർഷത്തിന് ശരി അൻഫ്ലിറ്റ്, എന്തായാലും എല്ലാവരും ആകാംക്ഷയുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പുതിയ സർക്കാരിൽ പ്രതീക്ഷിച്ചാണ് ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്നത്. അൻഫ്ലിറ്റ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് കായിക വാർത്തകൾ നോക്കാം. ആദ്യം IPL വിശേഷമാണ്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തകർത്ത് പ്ലേ ഓഫിലെത്താനുള്ള നേരിയ പ്രതീക്ഷ നിലനിർത്തിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 4 പന്തും 5 വിക്കറ്റും ബാക്കി നിർത്തി ഡൽഹി മറികടന്നു. ISL സീസണിലെ തങ്ങളുടെ അവസാന മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കൊച്ചിയിൽ ഇറങ്ങുന്നു. 12 മത്സരങ്ങളിൽ നിന്നും 4 ജയവും 2 സമനിലകളും 6 തോൽവികളുമായി 14 പോയിന്റ് നേടിയ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ നിലവിൽ 8ാം സ്ഥാനത്താണ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. നമുക്കിനി വരാനുള്ളത് സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. അതൊക്കെ തന്നെ അമൃത ന്യൂസിൻ്റെ YouTube ചാനലിൽ കാണാം. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമസ്കാരം.